മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം 26ാമത്തെ ദശകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വൽഭക്താത്മാ ചന്ദനാദ്രൗ കദാചിൽ സ്ത്വത്സേവായം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാതിഥ്യകാമം. ഈ നരസിംഹാവതാരം കഴിഞ്ഞു, പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് പറയണത് ഗജേന്ദ്രമോക്ഷമാണ്. ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞാൽ ഗജാകൃതിയിലുള്ളതായിട്ടുള്ള ഇന്ദ്രദ്യുമ്നന് ഭഗവാൻ മോക്ഷം കൊടുത്ത കഥയാണ് പറയണത്. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ. പാണ്ഡ്യഖണ്ഡാധിരാജ ഇന്ദ്രദ്യുമ്ന. പാണ്ഡ്യഖണ്ഡം, പാണ്ഡദേശം. ഖണ്ഡം എന്ന് വെച്ചാൽ ഭൂപ്രദേശം, ഭൂദേശം. എൻ്റെ ഒരു ഖണ്ഡം, ഭൂമിയുടെ ഒരു ഖണ്ഡം, ദേശം. പാണ്ഡ്യം എന്ന് പറയുന്നതായിട്ടുള്ള ആ ദേശത്ത്, പാണ്ഡ്യദേശത്തിൻ്റെ അധിരാജനായിട്ടുള്ള, അവിടുത്തെ രാജാവായിട്ടുള്ള, അതിനെ മുഴുവൻ ഭരിക്കുന്നതായിട്ടുള്ള, പാണ്ഡ്യദേശത്തിൻ്റെ മുഴുവൻ രാജാവായിട്ടുള്ള ഇന്ദ്രദ്യുമ്നൻ. പാണ്ഡ്യഖണ്ഡാധിരാജ ഇന്ദ്രദ്യുമ്ന. ത്വൽഭക്താത്മാ. എങ്ങനെയായിരുന്നു ഈ ഇന്ദ്രദ്യുമ്നൻ എന്ന് വെച്ചാൽ? ത്വൽഭക്താത്മാ, അങ്ങയുടെ ഭക്തി സ്വരൂപമായിട്ടുള്ള, അതായത് അദ്ദേഹത്തിന് വേറെ ഒന്നും താല്പര്യം, ഭഗവാന്റെ ഭക്തി, ബാക്കിയുള്ളതൊക്കെ രാജാവായിരുന്നു എന്ന് വെച്ചാലും ഭഗവത് ഭക്തിയിൽ വളരെ നിഷ്കർഷയായിരുന്നു, അദ്ദേഹത്തിന് വലിയ ഭക്തനായിരുന്നു എന്നാണ്. ത്വൽഭക്താത്മാ, അങ്ങയുടെ ഭക്തിയിൽ ഭക്തി സ്വരൂപമായിട്ടുള്ള ആത്മാവ്, അദ്ദേഹത്തിന് തന്നെ ഭക്തിയാണ് എന്നുള്ള നിലയിലാണ് പറയണത്. അതായത് അത്ര ഭക്തനായിരുന്നു എന്ന വേറെ ഒന്നും അദ്ദേഹത്തിന് ബാക്കിയുള്ളതിനേക്കാട്ടിലും ഒക്കെ വലുത് ഈ ഭഗവാന്റെ ഭക്തി തന്നെയായിരുന്നു. അങ്ങനെ ത്വൽഭക്താത്മാ, അങ്ങയുടെ വലിയ ഭക്തനായിരുന്ന ആ പാണ്ഡ്യഖണ്ഡത്തിലെ രാജാവായ ഇന്ദ്രദ്യുമ്നൻ. ത്വൽഭക്താത്മാ ചന്ദനാദ്രൗ കദാചിൽ. കദാചിൽ ഒരിക്കൽ. ചന്ദനാദ്രൗ, ചന്ദന പർവ്വതത്തിൽ. അദ്രിച്ച പർവ്വതം, ചന്ദനാദ്രി, ചന്ദന പർവ്വതം, അതായത് മലയപർവ്വതത്തിനെയാണ്, അവിടെയാണ് ധാരാളം ചന്ദനവൃക്ഷങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് അതിനെ ചന്ദനാദ്രി എന്ന് പറയാറുണ്ട്. അങ്ങനെ ചന്ദനാദ്രൗ, ചന്ദനാദ്രിയിൽ, അതായത് മലയപർവ്വതത്തിൽ, കദാചിൽ ഒരിക്കൽ, ചന്ദനാദ്രൗ കദാചിൽ ത്വൽസേവായാം മഗ്നധീഹി. അവിടെ പോയി തപസ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ത്വൽസേവായാം, അങ്ങയുടെ സേവയിൽ, അങ്ങയുടെ പൂജയിൽ, മഗ്നധീഹി, അതിലങ്ങോട്ട് മുഴുകിയിരിക്കുകയായിരുന്നു. ആ മനസ്സിൽ മുഴുവൻ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട്, വേറെ ഒന്നും അറിയാതെ കണ്ട് ഏകാഗ്രമായിട്ട് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹം ഭഗവാനെ പൂജിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ സമയത്ത്, ത്വൽസേവായാം, അങ്ങയുടെ സേവയിൽ, മഗ്നധീഹി, മഗ്നമായ ബുദ്ധിയോട് കൂടിയവനായിട്ട്, അതായത് മനസ്സ് മുഴുവൻ അതിലങ്ങോട്ട് ലയിച്ചിരിക്കുന്നു, വേറെ ഒന്നും കാണുന്നില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ആ സമയത്ത്, ത്വൽസേവായാം മഗ്നധീഹി ആലുലോകേ ന ഏവ. ന ഏവ ആലുലോകേ. ആലുലോകേ കണ്ടു. ന ഏവ ആലുലോകേ കണ്ടതന്നെ ഇല്ല എന്നുള്ളതാണ്. ഒട്ടും കണ്ടില്ല, അറിഞ്ഞേ ഇല്ല എന്നുള്ളതാണ്. എന്താണ് അറിയാഞ്ഞത്? നൈവ അഗസ്ത്യം പ്രാപ്തം ആതിഥ്യകാമം. അഗസ്ത്യം പ്രാപ്തം ആതിഥ്യകാമം. ആതിഥ്യകാമം, ആതിഥ്യം കാമിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ആഗതം വന്നതായ, പ്രാപ്തം പ്രാപിച്ചതായ അഗസ്ത്യം, അഗസ്ത്യ മഹർഷി. ആ സമയത്ത് ഇദ്ദേഹം ഇവിടെ മലയപർവ്വതത്തിൽ ഉണ്ട് എന്നറിഞ്ഞിട്ട് ആ ആതിഥ്യം സ്വീകരിക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം, രാജാവല്ലേ, രാജാവിൻ്റെ ആതിഥ്യം ഒരു ദിവസം സ്വീകരിക്കാം, രാജാവിനെ അനുഗ്രഹിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് അവിടെ വന്നു. ഈ മലയപർവ്വതത്തിൽ അദ്ദേഹം രാജാവ് തപസ്സനുഷ്ഠിക്കുന്നതായിട്ടുള്ള, ഭഗവാനെ ഭജിക്കുന്നതായിട്ടുള്ള ആ സ്ഥാനത്ത് വന്നു. ഭഗവാനാണെങ്കിലോ ഇന്ദ്രദ്യുമ്നനാണെങ്കിൽ കണ്ണടച്ചും കൊണ്ട് ഭഗവാനെ തന്നെ ധ്യാനിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പുറമേ ഉള്ളതൊന്നും അറിയില്ല, തീരെ അറിഞ്ഞില്ല എന്നാണ് പറയണത്. ഒട്ടും ഭഗവാൻ തന്നെയായിരുന്നു മനസ്സിൽ. അപ്പം അതുകൊണ്ട് ഈ അഗസ്ത്യം പ്രാപ്തകാമം, നൈവ അഗസ്ത്യം പ്രാപ്തം ആതിഥ്യകാമം, ആതിഥ്യകാമനായിട്ട് ആതിഥ്യം സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാപ്തം വന്നതായ അഗസ്ത്യ മഹർഷിയെ
ന ഏവ ആലുലോകേ, കണ്ടതേ ഇല്ല, ഒട്ടും അറിഞ്ഞില്ല എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഇന്ദ്രദ്യുമ്നൻ, പാണ്ഡ്യഖണ്ഡാധിരാജനായിട്ടുള്ള ഇന്ദ്രദ്യുമ്നൻ, പാണ്ഡ്യഖണ്ഡത്തിലെ പാണ്ഡ്യദേശത്തിലെ രാജാവായിട്ടുള്ള ഇന്ദ്രദ്യുമ്നൻ മലയപർവ്വതത്തിൽ, ഒക്കെ തെക്ക് ഭാഗത്തുള്ളതാണ്, ദക്ഷിണേന്ത്യയിലുള്ളതാണ് ഈ മലയപർവ്വതവും പാണ്ഡ്യദേശമൊക്കെ. നാരായണ ഭട്ടതിരി തന്നെ ഒടുക്കം പറയുന്നുണ്ട്, ദ്രാവിഡ ദേശത്താണ് ഭക്തന്മാർ, ദ്രാവിഡൻ ദേശത്തിൽ ഭക്തന്മാർ ധാരാളം ഉണ്ടാവും. ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞു, ഭക്തി എന്നുള്ളത് ദ്രാവിഡ ദേശത്തിലാണ് ജനിച്ചത് എന്നുള്ളത് പറയണ്ടായി നേരത്തെ. ഭക്തിയും നാരദനും കൂടിയിട്ടുള്ളതായിട്ടുള്ള സംഭാഷണത്തിൽ അങ്ങനെ വരുന്നുണ്ട്. ഈ ഭാഗവതത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, ആ ഭക്തി ദ്രാവിഡ ദേശത്തിൽ കൂടും എന്നുള്ളതാണ് പറയണത്. അപ്പം അങ്ങനെ ഈ ദ്രാവിഡ ദേശത്തിൽ അധിരാജാവായിട്ടുള്ള ഈ ഇന്ദ്രദ്യുമ്നൻ, പാണ്ഡ്യദേശത്തിൻ്റെ അധിരാജാവായിട്ടുള്ള ഇന്ദ്രദ്യുമ്നൻ മലയപർവ്വതത്തിൽ ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അതിൽ മഗ്നനായിട്ട്, ഭഗവത് ഭക്തിയിൽ മഗ്നനായിട്ട് ഈ അഗസ്ത്യ മഹർഷി അവിടെ ആതിഥ്യം സ്വീകരിക്കാനായിട്ട് വന്നതായ അഗസ്ത്യ മഹർഷിയെ കണ്ടതേ ഇല്ല എന്നാണ്. അപ്പോൾ അഗസ്ത്യ മഹർഷി അത് അങ്ങനെ വിചാരിച്ചില്ല, തന്നെ കാണാഞ്ഞിട്ടാണ്, തൻ വരുന്നത് അറിയാഞ്ഞിട്ടാണ് എന്ന് വിചാരിച്ചില്ല. എന്തോ ഉള്ളിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ സ്തബ്ധനായിട്ട് ബാക്കിയുള്ളതൊന്നും അറിയാതെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നടിക്കുകയാണോ എന്ന് നിശ്ചയില്ല എന്നുള്ള മാതിരി മഹർഷിക്ക് അങ്ങോട്ട് കോപം വന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. കുംഭോത്ഭൂതി സംഭൃത ക്രോധഭാരസ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി ശപ്ത്വാധൈനം പ്രത്യഗൽസോപി ലേഭേ ഹസ്തീന്ദ്രത്വം തുൽസ്മൃതി വ്യക്തിധന്യം. കുംഭോത്ഭൂതി, കുംഭസംഭവൻ, കുംഭത്തിൽ നിന്നുണ്ടായതാണ് അഗസ്ത്യൻ എന്നാണ് പറയണത്. അങ്ങനെ ആ കുംഭോത്ഭൂതിയായിട്ടുള്ള അഗസ്ത്യൻ, കുംഭത്തിൽ നിന്ന് ജനിച്ചതായിട്ടുള്ള ആ അഗസ്ത്യ മഹർഷി സംഭൃത ക്രോധഭാര, സംഭൃതമായ വർദ്ധിച്ചതായ ക്രോധഭാരത്തോടു കൂടിയവനായിട്ട്, അത്യധികം കോപത്തോടു കൂടിയവനായിട്ട്, വളരെയധികം പെട്ടെന്ന് അങ്ങോട്ട് കോപിച്ചു എന്നാണ്. വല്ലാതെ കണ്ട് കോപം വന്നു. സ്വതേ കോപമൊക്കെ അത് ദുർവാസാവിന് പറയാനാണെങ്കിലും ബാക്കിയുള്ളവർക്കും കോപമൊക്കെ കുറേശ്ശെയൊക്കെ ഉണ്ടാവും. ഇവിടെ ഈ അഗസ്ത്യന് താൻ ആതിഥ്യം സ്വീകരിക്കാനായിട്ട് വന്നിട്ടുള്ള അഗസ്ത്യന് തന്നെ ഒട്ടും കാണാതെ കണ്ട് ഭഗവാനെ വിചാരിച്ചും കൊണ്ടാണെന്നുള്ള വിചാരമില്ല. എന്തായാലും അങ്ങനെ ഇരിക്കണതായിട്ടുള്ള ആ ഇന്ദ്രദ്യുമ്ന രാജാവിനെ കണ്ടപ്പോൾ വല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള കോപം ഉണ്ടായി. സംഭൃത ക്രോധഭാര, സംഭരിക്കപ്പെട്ടതായ ക്രോധഭാരത്തോടുകൂടി, വർദ്ധിച്ചതായ കോപഭാരത്തോടുകൂടി, സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി ശപ്ത്വാ. ശപിച്ചിട്ട്. എന്താണ് ശപിച്ചത്? ശപിച്ചിട്ട്. എന്താണ് ശാപം? സ്തബ്ധാത്മാത്വം, സ്തബ്ധാത്മാവായിട്ടുള്ള, സ്തബ്ധനായിട്ട് ഒന്നും അറിയാതെ കണ്ട് അങ്ങനെ മിണ്ടാണ്ട് ഇരിക്കുന്നുണ്ടല്ലോ, ബാക്കിയുള്ളതൊന്നും അറിയാതെ കണ്ട് സ്തബ്ധചിത്തനായിട്ട് അങ്ങനെ ഇരിക്കണതായിട്ടുള്ള നീ, സ്തബ്ധാത്മാത്വം, സ്തബ്ധാത്മാവായിട്ടുള്ള നീ ഹസ്തിഭൂയം ഭജ, ഹസ്തിഭാവത്തെ ഭജിക്കൂ. ഹസ്തിയായിട്ട് തീരട്ടെ, ആനയായിട്ട് തീരട്ടെ. ഹസ്തിഭാവം എന്ന് വെച്ചാൽ ഹസ്തിയുടെ ഭാവം, ഹസ്തിത്വം എന്ന് തന്നെ. ഹസ്തിയായിട്ട് ഭവിക്കട്ടെ, ആനയായിട്ട് ഭവിക്കട്ടെ. ഹസ്തിഭൂയം ഭജ, ഹസ്തിഭാവത്തെ ഭജിക്കട്ടെ, സ്വീകരിക്കട്ടെ, നീ ആനയായി പോകട്ടെ എന്ന്. സ്തബ്ധാത്മാവായിട്ടുള്ള ആനകൾക്ക് അങ്ങനെയാണല്ലോ, കുറേ ബുദ്ധി കുറച്ച് കഷ്ടിയാണെന്നാണ്. എന്താ ഇന്നതാ ചെയ്യുക എന്നുള്ളതായിട്ടുള്ള വിചാരമില്ല. അത് ബുദ്ധി കുറവായതുകൊണ്ട് അങ്ങനെ തോന്നിയതൊക്കെ, അങ്ങനെ സ്തംഭിച്ചിരിക്കണതായിട്ടുള്ള മതം, അഹങ്കാരവും കുറച്ച് കൂടും എന്നാണ് ആനകൾക്ക്. അപ്പോൾ അങ്ങനെ അഹങ്കാരം കൂടി സ്തബ്ധനായിട്ടിരിക്കുന്നതായിട്ടുള്ള നീയ്, അതായത് രാജാവ്, അഹങ്കാരം കൊണ്ടാണെന്നാണ് അഗസ്ത്യ മഹർഷി വിചാരിക്കണത്. അങ്ങനെ അഹങ്കാരം കൊണ്ട്, മതം കൊണ്ട് സ്തബ്ധനായിട്ടിരിക്കണതായിട്ടുള്ള നീ അതുപോലെയുള്ളതായിട്ടുള്ളൊരു ആനയായിട്ട് തീരട്ടെ. അതാണ് യോജിക്കുക എന്ന് തീർച്ചയാക്കിയിട്ട് ആനയാവാനായിട്ട് ശപിച്ചു എന്നാണ് പറയണത്. സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം, ഹസ്തിയുടെ ഭാവം, ഹസ്തിത്വം, ആന എന്നുള്ളതായിട്ടുള്ള ഭാവം, ആനയായിട്ട് തീരട്ടെ എന്ന് ശപിച്ചു. എന്നിട്ട് ശപ്ത്വാ അഥ ഏനം, പദം മുറിക്കുമ്പോൾ അങ്ങനെയാണ്. അഥ ശപ്ത്വാ ഏനം, അഥ ശപ്ത്വാ, ശപിച്ചതിന് ശേഷം, അഥ ഏനം, അഥ അനന്തരം ഈ അഗസ്ത്യൻ വന്ന്
ഇവനെ, ഏനം എന്ന് വെച്ചാൽ ഇവനെ, ഏഷ എന്നുള്ളതിൻ്റെ തന്നെ ഒരു ആദേശമായിട്ടാണ് ഏനാദേശം എന്ന് പറയുന്നത്. എല്ലാ വിഭക്തിയിലും ഇല്ല, ചില വിഭക്തികൾ മാത്രമേ ഉള്ളൂ ഏനാദേശം. അങ്ങനെ ഏനം എന്ന് വെച്ചാൽ ഇവനെ, ഏനം ശപ്പുതുവ, ഇദ്ദേഹത്തെ, അതായത് ഈ ഇന്ദ്രദ്യുമ്നനെ ശപ്പുതുവ ശപിച്ചിട്ട്, ശപ്തുവ അഥ ഏനം പ്രത്യേകാത് തിരിച്ചുപോയി. അത് അവിടുന്ന് അങ്ങോട്ട് തിരിച്ചുപോയി. അപ്പം ഈ ഇന്ദ്രദ്യുമ്നൻ ഭഗവത് ഭക്തിയിൽ ഇതായിട്ടിരിക്കുന്നതായിട്ടുള്ള ഇന്ദ്രദ്യുമ്നൻ ഇതൊന്നും അറിഞ്ഞ തന്നെ ഇല്ല. ഈ അഗസ്ത്യൻ വന്നതും ശപിച്ചതും ഒന്നും അറിഞ്ഞില്ല. പെട്ടെന്ന് അങ്ങോട്ട് ആനയായി തീർന്നു. ഈ അഗസ്ത്യൻ ശപിച്ചത് കൊണ്ട് ഈ ഇന്ദ്രദ്യുമ്നൊരു ആനയായിട്ട് തീർന്നു എന്നാണ്. ശപ്ത്വാധൈനം പ്രത്യേകാൽ സോവിലേഭേ ഹസ്തീന്ദ്രത്വം സഹ അപി, ആ ഇന്ദ്രദ്യുമ്നാവട്ടെ, സഹ ആ ഇന്ദ്രദ്യുമ്നാകട്ടെ, രാജാവാകട്ടെ, സഹ അഭി ആ രാജാവും ലേഭേ ലഭിച്ചു, ലേഭേ ഹസ്തീന്ദ്രത്വം ഹസ്തീന്ദ്രത്വത്തെ ലഭിച്ചു. അപ്പോൾ ഹസ്തികളിൽ വെച്ച, ഹസ്തി എന്ന് വെച്ചാൽ ആന, ആന എന്ന് ഹസ്തം എന്നുള്ളവൻ ആന എന്നാണ് ഹസ്തി എന്നുള്ള പദത്തിനർത്ഥം. ഹസ്തമുള്ളവൻ ഹസ്തി, അതായത് വിശേഷിച്ചുള്ള ഒരു ഹസ്തം ഉള്ളത് കൊണ്ടാണ് ആനയ്ക്ക് ആ പേര് വന്നത് എന്നാണ്. തുമ്പിക്കൈ ഉണ്ടല്ലോ, അപ്പോൾ ആ തുമ്പിക്കൈ എന്നുള്ളതായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു ഹസ്തം ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഒരു ഹസ്തം ഉള്ളത് കൊണ്ട് അതിനെ ഹസ്തി എന്ന് പ്രത്യേകിച്ച് പറയണു. അപ്പം അങ്ങനെ ഹസ്തീന്ദ്രത്വം, ഹസ്തികളിൽ വെച്ച് ഇന്ദ്രനായി തീർന്നു, അവരുടെ രാജാവായി എന്നാണ്. അപ്പോൾ പാണ്ഡ്യഖണ്ഡത്തിലെ രാജാവായിരുന്നു, അവിടെ ആനയാവട്ടെ എന്ന് ശപിച്ചപ്പോൾ ആനയായിട്ട് തീർന്നു. അപ്പോൾ ആനയായിട്ട് തീർന്നപ്പോൾ അത് ഹസ്തികളുടെയൊക്കെ നേതാവായിട്ട് തീർന്നു എന്നാണ്. രാജാവായതുകൊണ്ട് അത് രാജാവ്, ഇവിടെ മറ്റേ രാജാവ് പാണ്ഡ്യഖണ്ഡത്തിലെ രാജാവായിരുന്ന അദ്ദേഹം ഇന്ദ്രദ്യുമ്നൻ ഇപ്പോൾ ഹസ്തികളുടെ, ആനകളുടെ നേതാവായിട്ട്, രാജാവായിട്ട് തീർന്നു. ഹസ്തീന്ദ്രത്വം, ഹസ്തികളുടെയും ഇന്ദ്രനായി തീർന്നു. ഇന്ദ്രൻ എന്നുള്ളത് അവിടെ ശ്രേഷ്ഠൻ, നേതാവ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഹസ്തികളുടെ ഇന്ദ്രനായിട്ട്, ഹസ്തികളുടെ നേതാവായിട്ട് തീർന്നു എന്നാണ്. അപ്പം ഈ ശാപം കൊണ്ട്, എന്നാൽ സാധാരണ ഒരു ആനയ്യ പോരെ എന്നാണെങ്കിൽ അങ്ങനെയല്ല. അതിന് കാരണം പറയാണ്, ആ ഹസ്തികളുടെ നേതാവായിട്ട് തീരാൻ എന്തായിരുന്നു കാരണം? ത്വൽസ്മൃതി വ്യക്തിധന്യം, അങ്ങയുടെ സ്മൃതി, ആ ഭഗവത് സ്മരണ അപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ആ ഭഗവത് സ്മരണ, ഭഗവത് ഭക്തനായിരുന്നത് കൊണ്ട് ആനയായിട്ട് തീർന്നു, ശാപം കൊണ്ട് ആനയായിട്ട് തീർന്നു എന്ന് വെച്ചാലും അവരുടെയൊക്കെ നേതാവായി തീർന്നു. അവരെ എല്ലാ ആനകളും ബഹുമാനിക്കുന്നതായിട്ടുള്ള അവരുടെ നേതാവായിട്ട് തീർന്നു ഈ ഇന്ദ്രദ്യുമ്നൻ എന്നാണ് പറയണത്. ഇനി അതുമാത്രമല്ല, ഒരു വിശേഷം കൂടിയുണ്ട്. ആ ത്വൽസ്മൃതി വ്യക്തി, അതിൻ്റെ വ്യക്തത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അങ്ങയുടെ സ്മൃതി, ഭഗവാൻ സ്മരണ, അത് ഈ ഹസ്തി എന്നുള്ളതായിട്ടുള്ള ആ ജീവിതത്തിലും, ആനയായിട്ടുള്ള ജീവിതത്തിലും അദ്ദേഹത്തിനെ പിന്തുടർന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സംസ്കാരം അവിടെ ഉണ്ടായി. ആ സംസ്കാരം ഉണ്ടാവുമ്പോൾ അത് വ്യക്തമായിട്ട് തീരും. അതിനാണ് വ്യക്തി എന്ന് പറയണത്. അത് പുറത്തേക്ക് വരിക. ആ സംസ്കാരമുള്ളത് എല്ലാ സമയത്തും പുറത്തേക്ക് വന്നൊന്നുമില്ല. സംസ്കാരമായിട്ടുള്ളത് ചില സമയത്ത് അതങ്ങോട്ട് നല്ലോണം പുറത്തേക്ക് വരും. ഇവിടെ ഈ ഇന്ദ്രദ്യുമ്നനെ സംബന്ധിച്ചിടത്തോളം ഭഗവത് സ്മരണ അവിടെ സംസ്കാരമായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് അത് വേണ്ടതായ സമയത്ത് അത് പുറത്തേക്ക് വന്നു. ഭഗവാനെ തനിക്ക് അപകടം പറ്റിയതായിട്ടുള്ള അവസരത്തിൽ ആ സ്മരണ നല്ലോണം ഉണ്ടായി, ഭഗവാന്റെ സ്മരണ ഉണ്ടായി എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ത്വൽസ്മൃതി വ്യക്തിധന്യം, അങ്ങയുടെ സ്മരണ കൊണ്ട്, അതിൻ്റെ വ്യക്തത കൊണ്ട്, അത് പ്രാദുർഭവിച്ചത് കൊണ്ട്, അത് പ്രകടമായി തീർന്നത് കൊണ്ട് ധന്യമായി തീർന്ന ആ ഇന്ദ്രദ്യുമ്നൻ എന്നുള്ളതായിട്ടുള്ള രാജാവിന് ഹസ്തി എന്നുള്ളതായിട്ടുള്ള ഈ ഭാവം, ആ ഭാവം വളരെ ധന്യമായി തീർന്നു എന്നാണ്. ആനയായിട്ടുള്ള ആ ജീവിതം അതും അദ്ദേഹത്തിന് വളരെ ധന്യമായിട്ട് തീർന്നു. എന്താണ് എന്ന് വെച്ചാൽ ആ ഹസ്തിയെ മോചിപ്പിച്ചത്, ഭഗവത് പ്രാപ്തി ഉണ്ടാക്കി തീർത്തത് ആ സ്മരണ കൊണ്ടാണ്. ഭഗവാന്റെ സ്മരണ കൊണ്ട് അവസാന സമയത്ത് ഭഗവാനെ ആരാധിക്കാനായിട്ട് സാധിച്ചു. അപ്പം അങ്ങനെ ആ സ്മരണ ഉണ്ടായത് കൊണ്ടാണ് ഭഗവാനെ സ്മരിക്കാനായിട്ടും പൂജിക്കാനായിട്ടും സാധിച്ചത്. അപ്പം അതുകൊണ്ട് ആ ജീവിതം തന്നെ, ആ ആന എന്നുള്ളതായിട്ടുള്ള ഹസ്തീന്ദ്രനായിട്ടുള്ള ആ ജീവിതം തന്നെ വളരെ ധന്യമായിരുന്നു എന്നാണ് ഇവിടെ കവി പറയണത്, ഭട്ടതിരിപ്പാട് പറയണത്. ഹസ്തീന്ദ്രത്വം പ്രാപിച്ചു എന്ന് മാത്രമല്ല, അത് അങ്ങയുടെ സ്മരണയുടെ ആ സംസ്കാരത്തിൻ്റെ വ്യക്തത കൊണ്ട്, പ്രാദുർഭാവം കൊണ്ട് വളരെ ധന്യമായി തീർന്ന ആ ഹസ്തീന്ദ്രൻ എന്നുള്ളതായിട്ടുള്ള ആ ഭാവത്തെ
പ്രാപിച്ചു. ഈ അഗസ്ത്യൻ്റെ ശാപം കൊണ്ട് പണ്ട് ഇന്ദ്രദ്യുമ്ന രാജാവ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. 2 ശ്ലോകം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വത്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിൽ സ്വൽസേവായം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാതിഥ്യകാമം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഇന്ദ്രദ്യുമ്നൻ പാണ്ഡ്യദേശത്തെ രാജൻ, നിൻ ഭക്തഗ്രൻ ചന്ദനാദ്രീതടത്തിൽ, നിന്നെ പൂജിച്ചുള്ള മങ്ങിൽ ലയിക്കെ കുംഭോദ്ഭൂതൻ വന്നതോ കണ്ടതില്ല. കുംഭോത്ഭൂതി സംഭൃത ക്രോധഭാരസ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി ശത്വാധൈനം പ്രത്യഗാത് സോഭിലേഭേ ഹസ്തീന്ദ്രത്വം തുസ്മൃതിവ്യക്തിധന്യം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ക്രോധം വന്നിട്ടേറിയിട്ടങ്ങഗസ്ത്യൻ, നിസ്സംഗൻ നീ യാനയായിത്തീരുകെന്നായി ശാപം നൽകി മാമുനി ദന്തിയായി ഭൂപൻ, പക്ഷേ ഭക്തി വിട്ടില്ല ധന്യൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.